ഉത്തർപ്രദേശിലെ എല്ലാ മോസ്കുകൾക്കും വീണ്ടും തിരിച്ചടി. ആരാധനാലയങ്ങളിൽ നിന്നും ഉച്ചഭാഷിണികൾ പുറത്തേക്ക് വച്ചിരിക്കുന്നത് സ്ഥിരമായി നീക്കം ചെയ്യുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഉച്ചഭാഷിണികൾക്ക് സ്ഥിരമായ ശബ്ദ നിയന്ത്രണ നടപടികൾ സ്വീകരിക്കണമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ബുധനാഴ്ച ആവശ്യപ്പെട്ടു. ആരാധനാലയങ്ങൾക്കുള്ളിൽ കേൾക്കുന്ന ശബ്ദത്തിലുള്ളതാകണം സംവിധാനം. പുറത്തേക്ക് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നും യോഗി വ്യക്തമാക്കി. സർക്യൂട്ട് ഹൌസിൽ വികസന പദ്ധതികളും ക്രമസമാധാനവും അവലോകനം ചെയ്യുന്നതിനിടെ ഹോളി ആഘോഷങ്ങൾക്കിടെ ഉയർന്ന ശബ്ദമുള്ള ഡിജെകൾ കർശനമായി നിരോധിക്കണമെന്നും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി ഒരു പ്രസ്താവനയിൽ പറയുന്നു. ഹോളി ആഘോഷങ്ങൾക്കും ഉയർന്ന ശബ്ദമുള്ള ഉച്ചഭാഷിണി വേണ്ട. ഡിജെ പാർട്ടികളും ഹോളിക്ക് ആവശ്യമില്ല. സമാധാനമുള്ള അന്തരീക്ഷത്തിന് ഒരു ആഘോഷവും തടസ്സമാകരുത്. രാത്രി 10 മുതൽ പുലർച്ചെ 6 വരെയുള്ള സമയത്ത് ഉച്ചഭാഷിണി ഉപയോഗം നിരോധിച്ച് കർണാടക ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. കേരളത്തിൽ അതും ഉണ്ടായിട്ടില്ല. പൊതുസ്ഥലങ്ങളിൽ ഉച്ചഭാഷിണി ഉപയോഗിക്കുമ്പോഴുള്ള ശബ്ദത്തിന് പരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവും സർക്കുലറിൽ പരാമർശിക്കുന്നുണ്ട്. പബ്ബുകൾ, റെസ്റ്റോറന്റുകൾ തുടങ്ങിയവയിലും നിരോധനം ബാധകമാണ്. ഉച്ചഭാഷിണികളുടെ ദുരുപയോഗം തടയുന്നതിനുള്ള പരിശോധന നടത്താനും ഇതിന്റെ റിപ്പോർട്ട് 3 ആഴ്ചയ്ക്കകം സമർപ്പിക്കാനും ചീഫ് ജസ്റ്റിസ് ഋതുരാജ് അവസ്തി, ജസ്റ്റിസ് അശോക് കെ കിനാഗി എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് നിർദ്ദേശിച്ചത്. എന്നാൽ കേരളത്തിൽ 10 മണിക്ക് ശേഷം മൈക്ക് ഉപയോഗിക്കരുത് എന്ന കരസേന നിർദ്ദേശം കോളാമ്പി മൈക്ക് സ്ഥിരമായി ഉപയോഗിക്കുന്ന കാര്യത്തിൽ നടപ്പിലായിട്ടില്ല. മഹാരാഷ്ട്രയിൽ മെയ് 3-നകം മുസ്ലിം പള്ളികളിൽ നിന്ന് ഉച്ചഭാഷിണികൾ നീക്കം ചെയ്യണമെന്ന് MNS നേതാവ് രാജ് താക്കറെ സർക്കാരിന് അന്ത്യശാസനം നൽകിയതോടെയാണ് രാജ്യത്താദ്യമായി ഉച്ചഭാഷിണി തർക്കം ആരംഭിച്ചത്. രാജ്യവ്യാപകമായി ഉച്ചഭാഷിണികൾ, അതായത് കോളാമ്പി മൈക്കുകൾ നിരോധിച്ചിരുന്നു. നിരോധിച്ച ഇത്തരം കോളാമ്പി മൈക്ക് ഉപയോഗിച്ച് ബാങ്കുവിളി എല്ലാ സംസ്ഥാനത്തും ഇപ്പോഴും തുടരുമ്പോഴാണ് UP-യിൽ നിന്നും നടപടി. കേരളം ഉൾപ്പെടെ പള്ളികളിൽ ഉപയോഗിക്കുന്ന കോളാമ്പി മൈക്കുകൾക്കെതിരെ നടപടി സ്വീകരിക്കുകയോ നിയമം നടപ്പാക്കുകയോ ചെയ്തിട്ടില്ല. മാത്രമല്ല, ബാങ്കുവിളി പുറത്തേക്ക് ഉച്ചഭാഷിണി വഴി നടത്തുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ നിരോധിച്ചിരുന്നു. സൗദിയും UAE-യും ഉൾപ്പെടെ പല ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഇത് നിരോധിച്ചിട്ടും ഇന്ത്യയിൽ നടപ്പിലായിട്ടില്ല. ഇന്ത്യയിലെ കോടതികൾ പുറപ്പെടുവിച്ച വിവിധ വിധികളും നടപ്പാക്കിയിട്ടില്ല. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ UP മുഖ്യമന്ത്രിയുടെ സ്ഥിരമായ നിരോധന നീക്കം വന്നിരിക്കുന്നത്. കന്നുകാലി കള്ളക്കടത്ത് കർശനമായി നിരീക്ഷിക്കാനും യോഗി ഉത്തരവിട്ടു. സ്വർണ്ണ മയക്കുമരുന്ന് കടത്തുകാർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണം. അവരോട് നിയമം പറയുന്ന കാര്യങ്ങൾ നിർദാക്ഷിണ്യം നടപ്പാക്കാനും യോഗി ഉത്തരവിട്ടു. കള്ളക്കടത്തുകാർ, വാഹന ഉടമകൾ, ഇതിന് കൂട്ടുനിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകാനും അദ്ദേഹം ഉത്തരവിട്ടു. മയക്കുമരുന്ന് കടത്തുകാർ അനുഭവിക്കുമെന്നും കടുത്ത രീതികൾ നടപ്പാക്കുമെന്നും യോഗി അറിയിച്ചു. വികസന പദ്ധതികൾ ത്വരിതപ്പെടുത്തുന്നതിലും കാലതാമസത്തിനെതിരെ മുന്നറിയിപ്പ് നൽകി. പദ്ധതികളിലെ കാലതാമസം നിരീക്ഷിച്ചപ്പോൾ ഗുണനിലവാരം ഉറപ്പാക്കിക്കൊണ്ട് ജോലി വേഗത്തിലാക്കാൻ അദ്ദേഹം ഉദ്യോഗസ്ഥരോട് ഉത്തരവിട്ടു. തടസ്സമില്ലാത്ത ജലവിതരണം ഉറപ്പാക്കാൻ അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി കൂട്ടിച്ചേർത്തു. ഫ്ലൈ ഓവർ തൂണുകൾ കലാപരമായ പെയിന്റിങ്ങുകളും ഉയർന്ന നിലവാരമുള്ള പരസ്യങ്ങളും കൊണ്ട് മനോഹരമാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. തെരുവ് കച്ചവടക്കാർക്ക് വേണ്ടി നഗരത്തിൽ മതിയായ വെൻഡിംഗ് സോണുകൾ സൃഷ്ടിക്കാൻ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.